തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ നല്ല ദിവസവും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവമക്കൾക്ക് കൊടുക്കുവാൻ കർത്താവിൻ്റെ കയ്യിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന സ്വർഗീയ ദൂത് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ഒരുങ്ങുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവും ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും എപ്പോഴും നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാൻ മനസ്സ് കാണിക്കുന്നവനുമായി നമ്മുടെ ദൈവത്തിന് ഒത്തിരി സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് തിരുസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായി തിരുവെഴുത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ട് പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ട് പോയി. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. ധന്യനായി പൗലോസ് ശ്ലീഹ മിഷണറി ആയി, അപ്പോസ്തോലനായി വിവിധ പട്ടണങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായി നടന്ന കാലം ദൈവം പൗലോസ് മുഖാന്തരം ചെയ്ത അസാധാരണമായിരിക്കുന്ന ദൈവിക പ്രവൃത്തികൾ ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിച്ചേർന്ന് കിട്ടിയാൽ ആ മനുഷ്യനെ കൊണ്ട് ദൈവം സമൂഹമധ്യത്തിൽ, അന്ധകാര പാളയത്തിൽ, ഈ മണ്ണിൽ ചെയ്തെടുക്കുന്ന അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒട്ടനവധി കാര്യങ്ങൾ, നിത്യതയിലേക്ക് അനേകരെ അടുപ്പിക്കാൻ ദൈവം ചെയ്യുന്ന സ്തുത്യർഹമായിരിക്കുന്ന ദൈവിക പരിപാടികൾ, ഇതെല്ലാം ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എത്ര കണ്ട് ദൈവം അത് ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കി എന്നറിയാൻ പൗലോസിനെ നന്നായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി. ഞാനും ദൈവസന്നിധിയിൽ കൊതിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ ഒരു ഇണങ്ങിയ ആയുധമായിരിക്കാൻ എൻ്റെ ആയുസ്സിനും കഴിഞ്ഞിരുന്നെങ്കിൽ. നാം പലരും അവണ്ണം ചിന്തിക്കുന്ന പക്ഷം, അങ്ങനെ ഒരുങ്ങുന്ന പക്ഷം, ദൈവത്തിന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം, ദൈവത്തിൻ്റെ മനസ്സിൻ പ്രകാരം പ്രവർത്തിക്കാനും ജീവിക്കാനും ഏൽപ്പിച്ചു കൊടുക്കുന്ന പക്ഷം ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ മനുഷ്യർക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതിനാരെങ്കിലും ദൈവകരങ്ങളിൽ കിട്ടണം എന്നുള്ളത്, അതിന് പൗലോസിനെ ചൊല്ലി എഴുതിയിരിക്കുന്നൊരു വാക്യം ഇതാണ്: ദൈവം പൗലോസ് മുഖാന്തരം വീര്യപ്രവൃത്തികളെ ചെയ്യുമ്പോൾ. ഒരു മുഖാന്തരമാകാൻ നാം തയ്യാറാണെങ്കിൽ സ്വർഗം പ്രവർത്തിപ്പാൻ ഇന്നും വിശ്വസ്തനാണ്. പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ, ആ കർമ്മ മണ്ഡലം അതിശക്തമായി ചെല്ലുന്നിടത്തെല്ലാം സ്വർഗം തുറന്നിട്ടു. വ്യത്യസ്തമായിരിക്കുന്ന അനേക മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ ഈ പ്രേക്ഷിത വരേണ്യനിൽ കൂടെ ദൈവമായ കർത്താവ് ചെയ്തു. അതിലൊന്നാണ് ഇവിടെ ദുരാത്മാവ് അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവൾ ദുരാത്മാവ് പ്രവേശിച്ച് വെളിച്ചപ്പാട് ആത്മാവിൽ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ, പലനാൾ ചെയ്തു വരുമ്പോൾ, ഒരു നാൾ തിരിഞ്ഞ് മുഷിഞ്ഞ് നോക്കി ശാസിച്ച ഈ വലിയ കാര്യം ഒറ്റ നിമിഷം കൊണ്ട് അവളിൽ വ്യാപരിച്ച അശുദ്ധാത്മാവ് മുഴുവൻ വിട്ടുപോയിട്ട് ആ പെൺകുട്ടി ഒരു സാധാരണ സ്ത്രീയായി മാറി. ഈ പശ്ചാത്തലമാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാരഗ്രാഫ്, കൊച്ചൊരു പാരഗ്രാഫാണ്, 16, 17, 18 വാക്യങ്ങൾ. ആ ഭാഗം പരിശോധിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന പ്രവണതകൾ, അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതി, ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാനും പ്രായോഗികമാക്കാനും, പ്രായോഗികമാക്കിയാൽ നമുക്കത് അനുഗ്രഹമാക്കാനും പറ്റും. അതുകൊണ്ട് 3-4 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഈ പാരഗ്രാഫിൽ നിന്ന് പറയാം. ഒന്ന്, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ സ്ത്രീ വെളിച്ചപ്പാട് ആത്മാവിൽ വരുന്ന ആളുകളോട് ഇത് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോളണം: പ്രാർത്ഥനാ സ്ഥലത്ത് വഞ്ചിക്കപ്പെടാം, ചതിക്കപ്പെടാം. ഈ സ്ത്രീ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരുന്ന ആളുകൾ ഹൃദയം കലങ്ങിയാണ് വരുന്നത്. എല്ലാവരും ചങ്ക് വെറുതെ വരുന്നവർ കണ്ടേക്കാം.
പതിവ് ചടങ്ങിന് വരുന്നവർ കണ്ടേക്കാം. എന്നാൽ ഭൂരിപക്ഷം ആളുകളുടെ മനസ്സ് നോക്കുമ്പോൾ പ്രാർത്ഥനാ സ്ഥലം എന്നുള്ള വാക്ക് തന്നെ കണ്ടോ. പള്ളിയിൽ പോകുമ്പോൾ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ദൈവാലയത്തിൽ പോകുമ്പോൾ എഴുതിയാൽ മതി, ഓരോ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ എഴുതിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരുമ്പോൾ. പ്രാർത്ഥനാ സ്ഥലം മനുഷ്യന് ആകുലതകൾ ഇറക്കി വയ്ക്കുന്ന, ചങ്ക് കലങ്ങി വരുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ വരുന്ന, എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ വരുന്ന, എൻ്റെ ദൈവമേ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തപ്പി വരുന്നവരാണ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരുന്ന പലരും. ഞാനും നിങ്ങളും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോയെന്നറിയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാത്ത ആൾക്കാരുണ്ട്. പ്രാർത്ഥനാ സ്ഥലം എന്ന വാചകത്തെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ സ്ഥലം ഒരു ക്ലബ്ബല്ല, പൊതുചടങ്ങ് നടക്കുന്ന സ്ഥലമല്ല, പതിവ് പരിപാടികൾ അരങ്ങേറ്റം നടത്തുന്ന ഒരു അരങ്ങേറ്റ സ്ഥലമല്ല. പിന്നെയോ സാധാരണക്കാരനെ സംബന്ധിച്ച് പ്രാർത്ഥനാ സ്ഥലം ഒരു പരിഹാര സ്ഥലമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ശരിക്കും സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സ്ഥലം, അവിടെ പരിഹാരം ഉണ്ട്. പക്ഷേ അവിടെ സൂക്ഷിക്കേണ്ട കാര്യം, പിശാചിനറിയാം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരുന്നവരെല്ലാം ചങ്ക് കലങ്ങി വരുന്നവർ. അവർക്ക് നാളെയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, ഒരു വിടുതൽ കിട്ടുമെന്നറിയാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഈ പ്രശ്നം മുതലാക്കാൻ സാത്താൻ ശ്രമിക്കും, പിശാച് ശ്രമിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചോളണം. പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വഞ്ചിക്കപ്പെടാം. അത് നല്ല സ്ഥലമാണ്, അവിടെ ഫലിച്ചാൽ ഫലിച്ചതാണ്. പക്ഷേ അവിടെ ഒരു ചതി കാണാം. ഇതുപോലെ ദുരാത്മാവിനാൽ ആളുകളെ വഞ്ചിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ശ്രദ്ധിച്ചോളണം. പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരികയാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പെൺകുട്ടി നിമിത്തം ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്നൊരു ബാല്യക്കാര്യത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനാ സ്ഥലം ഒരിക്കലും മനുഷ്യൻ ലാഭം കൊയ്യുന്നൊരു സ്ഥലമായിരിക്കരുത്. അത് ഏത് രീതിയിലാണെങ്കിലും, കച്ചവടമാകട്ടെ എന്തുമാകട്ടെ, വളരെ നിർബന്ധിത മനസ്സോടെ ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥനാ സ്ഥലം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം വരുത്താം, നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷേ അതൊരു ബിസിനസ് സ്ഥാപനമാണ്. ഏത് വിധത്തിലും ലാഭം വരുത്തിക്കൊണ്ടിരുന്നു എന്നൊരു വാക്ക് കണ്ടോ. അപ്പോൾ ഈ പ്രാർത്ഥനാ സ്ഥലം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കുറേ മുതലാളിമാർക്ക്, കുറേ വൻകിട കക്ഷികൾക്ക്, ചില പ്രത്യേകതരം ആളുകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു സ്ഥാപനമാകരുത്. ഒരിക്കലും പ്രാർത്ഥനാ സ്ഥലം കൊണ്ട് ഒരാളും, അത് പൈശാചികമാണ്, അത് സാത്താന്യമാണ്. ഇവിടെ പൈശാചികമായിരിക്കുന്ന ചില ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അവർക്ക് ലാഭമുണ്ടാക്കുന്ന സ്ഥലമാണ്. കൂടപ്പുറപ്പുകളെ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രാർത്ഥനാ സ്ഥലം ലാഭം കൊയ്യാനുള്ള സ്ഥലമായി കാണരുത്. മൂന്നാമത്തെ അവിടുത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ പൗലോസും കൂടെയുള്ള ദൈവദാസന്മാരും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവിടെ വരുന്ന ആളുകൾക്ക് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ, അങ്ങനെ പല ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പല ആളുകളല്ലേ ഉള്ളത്. അങ്ങോട്ട് ചെല്ലുമ്പോഴെല്ലാം ഈ ബാല്യക്കാരിയായ വെളിച്ചപ്പാടത്തി ഇവൾ പൗലോസിൻ്റെ പിന്നാലെ ചെല്ലും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ കൂട്ടരുടെ പിന്നാലെ, നമ്മുടെ പിന്നാലെ വരുന്നവരുടെ ഉദ്ദേശം എന്ത്? അത് നന്നായിട്ട് ആത്മീകരായിരിക്കുന്ന ആളുകൾ, നടത്തിപ്പുകാർ, ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ പുറകെ പിന്നാലെ പതിവായി വരുന്നവർ, അവരുടെ ഉദ്ദേശം എന്താണെന്ന് നാം ഗ്രഹിക്കണം, മനസ്സിലാക്കണം. പൗലോസ് ഈ പിന്നാലെ പതിവായിട്ട് വരുന്നവളെ നന്നായിട്ട് വിവേചിച്ചു. മൂന്നാമത്തെ കാര്യം അതാണ്. ഇനി ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയാമോ? അവർ ജീവിതത്തെയൊന്നും പറഞ്ഞില്ല, അവർ മണ്ണുവാരി അറിഞ്ഞില്ല, അവർ നാട്ടുകാരുടെ മുമ്പിൽ ബ്ലെയിം ചെയ്തില്ല. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. അതിനെന്നാ തെറ്റ്? പുകഴ്ത്തുമല്ലായിരുന്നു, ഉയർത്തുമല്ലായിരുന്നു, മറ്റാരും പറയാത്ത നല്ല കാര്യം ഇവരെക്കുറിച്ച് പറയുമല്ലായിരുന്നു. പക്ഷെ പൗലോസിനെ പോലത്തെ ഒരു ദീർഘദർശിക്കറിയാം, മനുഷ്യൻ പുകഴ്ത്തുന്നവനല്ല കൊള്ളാവുന്നവൻ, ദൈവം പുകഴ്ത്തുന്നവനാണെന്ന് തിരുവെഴുത്തിനകത്തുണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് പോലും പുകഴ്ത്തുന്നത് ഒരു നല്ല കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ പിശാച് പുകഴ്ത്തുന്നത് നന്നാക്കാനല്ല, സ്നേഹിക്കാനല്ല, ഉയർത്താനല്ല. ഓർത്തോളം, ചിലർ നമ്മളെ പുകഴ്ത്തുന്നത് ഒതുക്കാനാണ്, ചതിക്കാനാണ്, ഇല്ലാതാക്കാനാണ്. അപ്പോൾ ആരാണ് പുകഴ്ത്തുന്നത് എന്നത് വിഷയമാണ്. ദൈവം പുകഴ്ത്തുന്നവനാ കൊള്ളാവുന്നവൻ എന്ന ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ഇല്ലെങ്കിൽ ആർക്കും കാശ് കൊടുത്ത് വേണമെങ്കിൽ പോലും നമ്മൾ പുകഴ്ത്തിക്കളയും. ചായ മേടിച്ച് കൊടുത്തിട്ട് പുകഴ്ത്താൻ പറയും. അങ്ങനെയൊക്കെ കൂടെ കൊണ്ടുപോയി
പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്തിട്ട് പുകഴ്ത്താൻ പറയുന്ന ആൾക്കാരുണ്ട്, ഉണ്ടാകാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ആരാണ് പുകഴ്ത്തുന്നത് എന്നത് പ്രാധാന്യമുള്ള കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പശ്ചാത്തലത്തിനകത്തുണ്ട്. ഇപ്പം പല നാൾ ആയി ഇവൾ പുറകെ വരാൻ തുടങ്ങിയിട്ട്. ഒരു ദിവസം പൗലോസ് മുഷിഞ്ഞു, തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ ഊന്നിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പല നാളായി നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മെക്കുറിച്ച് എന്തുവാകട്ടെ, ഇല്ലാത്തതോ ഉള്ളതോ ഒക്കെ പറയുമോ, എന്തുവാകട്ടെ, എന്താണെങ്കിലും ഒരു ദുഷ്ടപ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സർക്കിളിൽ, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങളോട് ബന്ധത്തിൽ എതിരായിട്ടോ അനുകൂലമായിട്ടോ ഒരു ദുരാത്മപ്രവണത ഉണ്ടെന്നറിഞ്ഞാൽ അതിനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യരുത്, പോട്ടെ എന്ന് വെക്കരുത്, അതിനെ തള്ളി വിടരുത്. നിങ്ങളുടെ കുഞ്ഞിന്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് പരിശുദ്ധാത്മാവിലല്ല, മനുഷ്യത്വത്തിലല്ല, ഇതിനകത്ത് എന്തോ ദുഷ്ടപ്രവണതയുണ്ട്, ഇതിനകത്ത് എന്തോ അന്ധകാര വ്യാപാരമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപാട് പേരും അങ്ങ് സഹിക്കുക, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നെങ്കിലും ആട്ടെ എന്ന് വെക്കുക. പക്ഷേ അത് ഭയങ്കര അപകടമാട്ടോ. ഇവിടെ പൗലോസ് എന്താ ചെയ്തു? ഒരു ദിവസം ഈ കാര്യത്തിനകത്തങ്ങ് മുഷിഞ്ഞു, എന്നിട്ട് തിരിഞ്ഞു നോക്കി, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇതിവിടെ നടക്കില്ല, എൻ്റെ പുറകെ വന്നത് സമ്മതിക്കില്ല, എൻ്റെ പിന്നാലെ നീ വരാൻ ഞാൻ അനുവദിക്കില്ല. ഈ ദുഷ്ടവ്യാപാര ശക്തിയുടെ കച്ചവടം, ഈ വക വർത്തമാനം, ഈ പുകഴ്ത്തൽ, ഈ സന്തോഷിപ്പിക്കൽ, ഇതൊന്നും ശാശ്വതമല്ല, ഇത് ദൈവീകമല്ല. ഈ പ്രവണത, ഈ പരിപാടി, ഈ നടപടി ഇന്നിവിടെ തീർക്കണമെന്ന് നിശ്ചയിച്ചു. അന്നത് നിന്നു. നാം പൗലോസല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ അധികാരം, യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കാനുള്ള അധികാരം, അത് വീണ്ടും ജനിച്ച, വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കുണ്ട്. ദൈവമക്കളെ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഈ വക പ്രവണതകളെ പൊതിഞ്ഞു കെട്ടി ആരും അറിയാതെ ഒരു മൂലയിൽ ചാക്ക് വിരിച്ച് അവിടെ ഇരുന്നോളാൻ പറയരുത്. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ ശാസിക്കണം. അതിനുള്ള കൃപ ദൈവത്തോട് ചോദിക്കണം. സ്വർഗം അത് തരും, ദൈവം അത് തരും. ചോദിക്കണം അധികാരത്തോടെ. ആരെങ്കിലും കൂലിക്കത് ഏൽപ്പിക്കരുത്. നീ അധികാരിയാകണം. നിൻ്റെ വീട്ടിൽ, നിൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിൽ, നിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ദുഷ്ടത്തേർവാഴ്ചയ്ക്കെതിരെ ഒരു നാൾ തിരിയാൻ തയ്യാറായാൽ അന്ന് അതിൻ്റെ അന്ത്യം ദൈവം കൽപ്പിക്കും. നമ്മൾ ആരെങ്കിലും മുഖാന്തരമായാൽ മതി, ബാക്കി ദൈവം ചെയ്യും. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. പല നാളായി പിശാച് പ്രവർത്തിക്കുന്നു. ഒരു നാളെങ്കിലും നാം തിരിയണം. അന്ന് വിടുതലുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പല നാൾ ദുഷ്ടപ്പോരുകളും അന്ധകാര ശക്തികളും ഈ ലോകത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പല നാൾ ഇടപെട്ട പല വിഷയം ഈ ദിവസങ്ങളിൽ തീരണേ കർത്താവേ. അതിനുള്ളൊരു അധികാരം ഇത് കേൾക്കുന്നവർക്ക് കൊടുക്കണേ. അവർ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ ആ വിടുതൽ സംഭവിക്കണേ. പല നാളായിട്ട് അവർ സഹിക്കുന്നത്, പല നാളായി നടക്കുന്നത് ഒരു നാൾ ദൈവം തീർത്തു കൊടുക്കണം. ദൈവം അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.